വീണ്ടും ഒരു നോമ്പ് കാലം കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കിയാൽ പലപ്പോഴും നമുക്ക് തോന്നും നോമ്പ് കാലമാകുമ്പോൾ നമ്മളെല്ലാം ഇച്ചിരി ഭക്തിയൊക്കെ കൂട്ടുന്ന ഒരു സമയമാണ്. മഴക്കാലത്ത് കുട പിടിക്കുന്നത് പോലെ, വേനൽക്കാലത്ത് ഫാൻ ഇടുന്നത് പോലെ നോമ്പ് കാലത്ത് ഭക്തി കൂടുന്ന ഒരു സീസണായിട്ടാണോ നോമ്പ് കാലം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്? അതോ നോമ്പ് കാലം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം എൻ്റെ ആത്മീയ ജീവിതത്തിലും എൻ്റെ ഭൗതിക ജീവിതത്തിലും എൻ്റെ കുടുംബ ജീവിതത്തിലും എൻ്റെ സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു രൂപാന്തരം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ എന്തിനാണ് നോമ്പ് എന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരം നമുക്ക് പറയാൻ അറിയാതെ വരും. നോമ്പ് ജയത്തിൻ്റെ അടയാളവും ശത്രുവായ സാത്താന് നേരെയുള്ള തോൽക്കാത്ത ആയുധവുമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എന്തിനായിരുന്നു പിതാക്കന്മാർ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത്? അവർ ശക്തിയെ പുതുക്കുവാൻ വേണ്ടിയായിരുന്നു ഓരോ കാലത്തും നോമ്പ് അനുഷ്ഠിച്ചിരുന്നത്. പ്രകൃതി തന്നെ നമ്മെ പഠിപ്പിക്കുന്നില്ലേ? കാലത്തോട് കാലം കൂടുമ്പോൾ പ്രകൃതിയിലുള്ള മരത്തിലെ പഴുത്ത ഇലകളെ അത് പൊഴിച്ചു കളഞ്ഞിട്ട് പുതിയ ഇലകൾക്ക് വേണ്ടി നോക്കിപ്പാർത്തിരിക്കുകയും മഴ അതിന്മേൽ പൊഴിയുമ്പോൾ പുതിയ ഇലകളെ പൊഴിക്കുന്നതുമൊക്കെ നമ്മൾ ഓരോരുത്തരും കാണുന്നതാണ്. ഈ പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ്. അല്ലയോ ഭക്തനായ മനുഷ്യ, നിന്നിലെ പഴുപ്പിനെ നിന്നോട് തന്നെയൊന്ന് നീ ചോദന ചെയ്തിട്ട് അതിനൊന്ന് ഒരു പുതുക്കവും രൂപാന്തരവും നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകാൻ നോമ്പുകാലം പ്രയോജനമായി തീരട്ടെ. അപ്പോൾ ഒരു മറു ചോദ്യമുണ്ട്, ഈ തിരക്കുള്ള കാലത്ത് നോമ്പിന്റെ ആവശ്യമുണ്ടോ? പ്രാർത്ഥിച്ചാലും പോരെ? അതാണ് പിതാക്കന്മാർ പറയുന്നത്. പ്രാർത്ഥനയാൽ നാം ദൈവസന്നിധിയിലേക്ക് നടന്നെടുക്കുന്നുവെങ്കിൽ നോമ്പും ഉപവാസവുമാകുന്ന 2 ചിറകുകൾ കൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് പറന്നുയരാമെന്നാണ് നോമ്പിന്റെ നമസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചക ശബ്ദം പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവരോ അവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടുകയും മടുത്തു പോകാതെ നടക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലുമൊക്കെ ശക്തിയെ പുതുക്കേണ്ടത് ആവശ്യകതയാണെന്ന് പരിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഞാനും നിങ്ങളും ഒക്കെ നോമ്പുകാരാ. നമ്മുടെ നോമ്പ് ദൈവസന്നിധിയിൽ പ്രീതി ഉള്ളതല്ല എങ്കിൽ എന്താ നോമ്പ് കൊണ്ട് പ്രയോജനം? നോമ്പുകാരാ, നിന്റെ നോമ്പ് ദൈവസന്നിധിയിൽ പ്രീതി ഉള്ളതല്ല എങ്കിൽ നീ പണിയുകയും പൊളിച്ചു കളയുകയും ചെയ്യുന്നവനോട് സമനാണെന്ന് നമ്മൾ നോമ്പിന്റെ നമസ്കാരത്തിൽ ചൊല്ലുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനത്തെ നോമ്പിനെയാണ് ദൈവമായ കർത്താവ് പ്രീതിപ്പെട്ട് സ്വീകരിക്കുന്നത്? വീണ്ടും നമ്മൾ നമസ്കാരങ്ങളിൽ പിതാക്കന്മാർ പഠിപ്പിക്കുക, നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും നോമ്പിനെ കൈക്കൊണ്ടവനായ മശിഹ, നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും നോമ്പിനെ കൈക്കൊണ്ട കർത്താവാണ് നമ്മുടെ ഓരോരുത്തരുടെയും. അപ്പം നമ്മൾ പറയും, കുഴപ്പമൊന്നുമില്ല, ഇത്രയും നാൾ ഞാൻ നോക്കിയതുപോലെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് നോക്കി പോകാം എന്ന് പറഞ്ഞാൽ നോമ്പ് കൊണ്ട് എന്താണ് കിട്ടുന്നതെന്ന് ഇന്ന് ഉച്ചയുടെ നമസ്കാരം നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഇന്നത്തെ 6-ാം മണി നമസ്കാരം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്, വെടിപ്പോടെ നോമ്പ് അനുഷ്ഠിക്കുന്നവന്റെ തലമുറ മാലാഖമാരോടൊപ്പം കലർത്തപ്പെട്ടിരിക്കുന്നു എന്ന്. തലമുറകളാണ് നമ്മുടെ ഏറ്റവും വലിയ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ നമുക്കെല്ലാം ഏറ്റവും വലിയ കാര്യം എന്ത് തന്നെയാ? തലമുറകൾ തന്നെയാ. നമ്മൾ ഏറ്റവും കൂടുതൽ കരയുന്ന ആർക്ക് വേണ്ടിയാ? തലമുറകൾക്ക് വേണ്ടിയാണ്. വെടിപ്പോടെ നോമ്പ് നോക്കുന്നവന്റെ തലമുറ മാലാഖമാരുടെ സംഘത്തോടൊപ്പം കലർന്നിരിക്കുന്നു. പിന്നെ അങ്ങോട്ട് നോക്കണ്ട, അവനു വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ശക്തന്മാരായ ദൂതന്മാരുണ്ടാകും. അതാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നോമ്പനുഷ്ഠിച്ച നീതിമാന്മാരായ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. മെറ്റീരിയലിസ്റ്റിക്കായി ഈ ലോകത്തില് അങ്ങനെയുള്ള ആവശ്യങ്ങളല്ല നോമ്പിന്റെ പരമമായ ഉദ്ദേശം. ഒരു ചെത്തി വെടിപ്പാക്കൽ, ഒരു ഉടച്ചു വാർക്കൽ, ഒരു ആത്മശോധന. ഇറ്റ്സ് എ ടൈം ഓഫ് റിന്യൂവൽ ആണ്, ഒരു പുതുക്കത്തിന്റെ. ഇറ്റ്സ് എ ടൈം ഓഫ് റിപ്പൻറ്റൻസ്, ഒരു അനുതാപത്തിന്റെ. ഇറ്റ്സ് എ ടൈം ഓഫ് ഒരു റീഡെഡിക്കേഷൻ. ഇതൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ നോമ്പ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മളെ തന്നെ ഒന്ന് റീഡെഡിക്കേറ്റ് ചെയ്യാൻ, നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തൊന്ന് പുതുക്കി നമ്മളെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ മാനസാന്തരമല്ല ആവശ്യം. കാരണം കാലങ്ങളായിട്ട് നമ്മൾ എന്ത് പെട്ടോണ്ടേയിരിക്കുക? എല്ലാ നോമ്പിലും നമ്മൾ എന്ത് പെട്ടോണ്ടേയിരിക്കുക?
മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുക. മാനസാന്തരമല്ല ഇനി നമുക്ക് വേണ്ടത്, നമുക്കൊരു രൂപാന്തരമാണ് വേണ്ടത്. അതാണ് മോശ 40 ദിവസം നോമ്പ് നോറ്റിട്ട് ദൈവത്തിന്റെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത വിധം മോശയുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലത്തിൽ ഞാൻ നോമ്പ് നോക്കിയിട്ട് എൻ്റെ മുഖത്തിന് സൂര്യന്റെ തേജസ് ഉണ്ടായില്ലെങ്കിൽ എൻ്റെ നോമ്പിൽ ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യണം. അവൻ അങ്ങനെ ഒരു രൂപാന്തര അവസ്ഥയിൽ ഉണ്ടായി, ആ ഒരു പ്രകാശത്തിൽ ഉണ്ടായിരുന്നപ്പോൾ അവൻ്റെ കയ്യിൽ ദൈവത്തിന്റെ കൽപ്പനകൾ എഴുതിയ കൽഫലകമുണ്ടായിരുന്നു. ഞാനും നിങ്ങളും നോമ്പ് നോക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെ മാംസളമായ ഹൃദയത്തിൽ എഴുതി സൂക്ഷിക്കണം. മാംസളമായ ഹൃദയത്തിൽ എഴുതി സൂക്ഷിക്കണം. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 3-ാം അധ്യായം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രമാകുന്നു. നമ്മൾ ക്രിസ്തുവിന്റെ പത്രമാണ്. സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ക്രിസ്തുവിന്റെ പത്രം നിങ്ങൾ തന്നെ. മഷി കൊണ്ടല്ല, ആത്മാവ് കൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നു. കൽഫലകങ്ങളിലല്ല, മാംസളമായ പലകയിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുകയാണ്. മാംസളമായ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ കൽപ്പനകളെ എഴുതി അതിനെ ആവർത്തിച്ചു ജീവിക്കുവാൻ ഒരു ഭക്തന് സാധിക്കുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും നോമ്പ് ദൈവസന്നിധിയിൽ പ്രീതിയുള്ളതായി മാറുന്നത്. രണ്ടാമത് നമുക്ക് കാണാം, ഏലിയാവ് നോമ്പ് നോറ്റു. ആകാശത്തിൽ നിന്ന് അഗ്നിരഥം ഇറങ്ങി വന്ന് ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുത്തു. എന്നാൽ എൻ്റെ പല പ്രാർത്ഥനകളും സ്വർഗത്തിലെത്താതെ എവിടെയോ ഉടക്കിക്കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നാറില്ലേ? നമ്മൾ കർത്താവേ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തി. പലപ്പോഴും പർവ്വതത്തിൻ്റെ ഉയരത്തിനെത്തവണ്ണമേ പോകുന്നുള്ളൂ, അതിന് മുകളിലേക്ക് പലപ്പോഴും പോകുന്നില്ല. ഏലിയാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് രഥം ഇറങ്ങി വരുന്നത് കാണുവാൻ കർത്താവേ, ഈ നോമ്പ് കാലത്ത് എന്നെ വിശുദ്ധീകരിക്കണമേ, സ്വർഗീയമായ ദർശനങ്ങളെ കാണുവാൻ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 3 നമുക്കറിയാം, ദാനിയേൽ നോമ്പ് നോറ്റു. ദാനിയേൽ നോമ്പ് നോറ്റിട്ട് സിംഹത്തെ നോമ്പ് പഠിപ്പിച്ചു എന്നാ പറയുന്നത്. എന്താ ദാനിയേലിന്റെ നോമ്പിന്റെ പ്രത്യേകത? 6-ാം അധ്യായം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യം ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാം. ഇങ്ങനെയാണ് പറയുന്നത്, ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞിട്ട് ദാനിയേലിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ പിറ്റേ ദിവസം രാജാവ് വന്നു നോക്കിയപ്പോൾ ദാനിയേല് ആ സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലേ എന്ന് വിളിച്ചപ്പം ഇയാളൊന്ന് പോടോ, എനിക്കൊന്നും പറ്റിയില്ല എന്നല്ല പറഞ്ഞത്. രാജാവ് ദീർഘായുസോടെ ഇരിക്കട്ടെ. ആദ്യത്തെ ദാനിയേലിന്റെ വാക്ക, രാജാവ് ദീർഘായുസോടെ ഇരിക്കട്ടെ. 2 ദാനിയേല് പറയാ, സിംഹങ്ങൾ എനിക്ക് വരുത്താതിരിക്കത്തക്കവണ്ണം രാജാവേ, ഞാൻ ദൈവത്തിന്റെ മുൻപിലും അവിടുത്തെ തിരുസന്നിധിയിലും കുറ്റമൊന്നും ചെയ്തിട്ടില്ല. പലപ്പോഴും അലറുന്ന സിംഹം പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്രസീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും മുറിപ്പെടുത്തുന്ന വാക്കുകൾ കൊണ്ട് പ്രാകുകയും വാക്കുകൾ കൊണ്ട് പഴിക്കുകയും വാക്കുകൾ കൊണ്ട് ദുഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നോമ്പുകാരന് ചേർന്നതല്ല എന്ന് ദാനിയേൽ പറയാണ്. ഉപദ്രവിച്ചവനെ അനുഗ്രഹിക്കാൻ ഈ നോമ്പുകാലത്ത് പറ്റാറുണ്ടോ? വഴക്കിടുന്നവനോടൊന്നും മിണ്ടാതിരിക്കാൻ ഈ നോമ്പുകാലത്ത് പറ്റുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ മാത്രമാണ് നീതിമാനായ ദാനിയേലിനെ പോലെ എൻ്റെ നോമ്പ് ദൈവസന്നിധിയിൽ പ്രീതികരമാകുന്നത്. വീണ്ടും പറയാണ്, ഹാനനിയ പൈതങ്ങൾ നോമ്പ് നോക്കി. ഹാനനിയ പൈതങ്ങൾ നോമ്പ് നോക്കിയത് കൊണ്ട് അഗ്നി പരീക്ഷയിൽ കടന്നുപോയില്ല എന്നല്ല. എൻ്റെ അച്ഛാ, പ്രാർത്ഥിക്കും തോറും കഷ്ടത കൂടുകയല്ലാതെ, എന്നാൽ ആ കഷ്ടതയിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിക്കേണ്ട, ഞാനാ നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് പറയുന്ന ആ ഒരു ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്തത് കഷ്ടതയിൽ മാത്രമല്ലേ? സുഖത്തിലിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? പലപ്പോഴും എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ, എന്നെ കൊണ്ട് നടക്കുമോ ദൈവമേ എന്ന് ചോദിക്കുമ്പോൾ, പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് പറ. ഞാൻ നിൽക്കേണ്ട വലിയ ആളുകളുടെ മുൻപിൽ നിൽക്കുമ്പോൾ, ഞാൻ എന്തു പറയണമെന്നറിയാതെ നിൽക്കുമ്പോൾ എന്റെ കർത്താവ് പറഞ്ഞിട്ടില്ലേ, നിന്റെ അകത്തിരിക്കുന്നവൻ പുറത്തിരിക്കുന്നവനേക്കാൾ ശക്തനാണ്, നിന്റെ മകനെ അയച്ചുകൊള്ളുക, അവൻ ഈ ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞ് കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തിയിട്ടില്ലേ? ഇങ്ങനെ നേടിയെടുക്കുന്ന തീച്ചൂളയുടെ അനുഭവം ഓരോരുത്തരെയും പൊന്നുപോലെ
ഉരുക്കിയെടുക്കണം. പൊന്നുപോലെ ഉരുക്കിയെടുക്കുമ്പോഴാണ് നമ്മളിൽ ഒരു മാറ്റം, നമ്മളിൽ ഒരു ആത്മീയ ഉണർവുണ്ടാകുന്നത്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ദൈവപുരുഷനായ യെഹെസ്കേലിനെ ഒരു വലിയ അസ്ഥി കൂമ്പാരത്തിന്റെ മുൻപിൽ നിർത്തിയിട്ട് യഹോവയാം ദൈവം ചോദിക്കുക, ദൈവത്തിന്റെ പുരുഷ, നീ എന്ത് കാണുന്നു? യെഹെസ്കേൽ മറുപടിയായിട്ട് പറയുക, ഉണങ്ങിയ അസ്ഥി കൂമ്പാരങ്ങൾ കാണുന്നു. തിരിച്ച് സകലത്തെ നിർമ്മിക്കുന്നവൻ മനുഷ്യനോട് ചോദിക്കുക, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇന്ന് സന്ധ്യയിലും ഈ നോമ്പുകാലത്തില് പിതാക്കന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന നമ്മളോട് ചോദിക്കുകയാണ്. നീതിമാന്മാരായ പിതാക്കന്മാർ അങ്ങനെയായിരുന്നു. ഈ അസ്ഥികൾ ജീവിക്കുമോ? എന്നോടും നിങ്ങളോടും ദൈവത്തിന്റെ ആത്മാവിന്ന് സന്ധ്യയിൽ ചോദിക്കുന്നത്, മനുഷ്യപുത്ര, ഈ അസ്ഥി ജീവിക്കുമോ? നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുക, നീ ജീവിക്കുമോ? നിന്നിലെ ഉണങ്ങിയ സ്വഭാവത്തിൽ ഒരു ജീവൻ ഉണ്ടാകുമോ? നിന്റെ കോപത്തിൽ ഒരു മാറ്റം വന്നൊരു ജീവൻ ഉണ്ടാകുമോ? നിന്റെ അസൂയയിൽ നിന്ന് മാറി നിനക്കൊരു ജീവൻ ഉണ്ടാകുമോ? ഈ ഉണങ്ങിയ അസ്ഥി ജീവിക്കുമോ? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, കർത്താവേ, എന്റെ കുറവ് എന്താണെന്ന് ചിലതൊക്കെ എനിക്കറിയാം, ചിലതെനിക്ക് അറിയാനേ വയ്യ. എന്റെ ജീവിത പങ്കാളി വിളിച്ചു പറയുമ്പോഴാണ് ഞാനത് അറിയുന്നത്. കർത്താവേ, ഈ നോമ്പുകാലത്തിൽ എൻ്റെ ഈ ഉണങ്ങിയ സ്വഭാവത്തിന് ഒരു മാറ്റം, ഉണങ്ങിപ്പിടിച്ചിരിക്കുകയാണ്. ഇനി ഒരു തളിർപ്പില്ല എന്ന് പറഞ്ഞ് ഉണങ്ങിയിരിക്കുകയാണ്. എന്നാൽ അഹറോന്റെ വടി തളിർത്തതുപോലെ എന്നിലൊരു തളിർപ്പുണ്ടാകണമേ എന്ന് ഈ സന്ധ്യയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ ദുഷിക്കുന്ന, എന്നെ പഴിക്കുന്ന, എന്നെ നിന്ദിക്കുന്ന സഹോദരനെ ഈ നോമ്പുകാലത്തിൽ എനിക്ക് സ്നേഹിക്കാൻ, അവനോടൊന്ന് രമ്യപ്പെടുവാൻ എനിക്ക് സാധിക്കുന്നുവെങ്കിൽ എൻ്റെ മക്കളുടെ മുൻപിൽ ഞാൻ ജ്യോതിസ് പോലെ പ്രകാശിക്കുന്നവനാ. ഞാൻ എൻ്റെ സഹോദരൻ മുൻപിൽ താഴുമ്പോൾ, ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ, ലോകത്തിന്റെ മുൻപിൽ ഞാൻ ഭോഷനാകുമ്പോൾ എൻ്റെ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ ശ്രേഷ്ഠനായി തീരുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ നമുക്ക് ശ്രേഷ്ഠന്മാരായി തീരുവാൻ ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കണം. അതിന് പിതാക്കന്മാരുടെ വഴികളെ നമുക്ക് തിരഞ്ഞെടുക്കാം. പിതാക്കന്മാർ നമ്മളോട് പറയുകയാണ്, ഈ വഴി തിരഞ്ഞെടുത്തുകൊള്ളുക, നല്ല വഴി ഏത് എന്ന് നോക്കിക്കൊള്ളുക, അത് ചോദിച്ചു കൊള്ളുക, അതിൽ കൂടി നടന്ന് തലമുറയുടെ മുൻപിൽ മാതൃകയാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ആയതിനൊന്നാമതായി ഞാനിൽ നിന്ന് ഞങ്ങളിലേക്കുള്ള വഴി നമുക്ക് നിർമ്മിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്റെ എന്ന് പറയുന്ന ആത്മീയതയിൽ നിന്ന് ഞങ്ങളുടേതെന്ന് പറയുന്ന ആത്മീയതയിലേക്ക് പോകാം. നാവിനെ ഒന്ന് മുറിക്കാം, ഹൃദയത്തെ ഒന്ന് മുറിക്കാം, നമ്മുടെ ജീവിത രീതികളെ ഒന്ന് മുറിച്ച് നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ ഒന്ന് തീർത്ത് ക്രിസ്തുവിന്റെ ഇഷ്ടമാക്കി ദൈവസന്നിധിയിൽ പിടിച്ചു വാങ്ങുന്നവരല്ല, മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി എന്റെ ഇഷ്ടത്തെ മുറിക്കുവാൻ ഞാൻ ഇല്ലാതെയാകണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ സ്വഭാവങ്ങൾ ഇല്ലാതെയാക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാം. 2, ആയതിന് വചനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ക്രിസ്തുവാകുന്ന വചനം എന്നിൽ വ്യാപരിക്കണമേ, അതെന്റെ തലമുറയ്ക്ക് അവകാശമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 3, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കണ്ണുനീരിനെ കരുത്താക്കി മാറ്റിയ എന്റെ പിതാക്കന്മാരെ പോലെ ഏത് കണ്ണുനീരിന്റെ അവസ്ഥയിലും ഇയ്യോബ് പറഞ്ഞതുപോലെ എന്റെ ദൈവത്തിന് സകലവും സാധിക്കുമെന്നും എന്റെ ദൈവത്താൽ സാധ്യമാകാത്തതൊന്നുമില്ല എന്നും ഞാൻ അറിയുന്നു എന്ന് ഇയ്യോബ് 42-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഏതു കണ്ണുനീരിലും കർത്താവ് നിന്നോട് കൂടെയുണ്ട് മക്കളെ എന്ന് പറയുന്ന ആ ഒരു നല്ല ധൈര്യം മാതാപിതാക്കൾക്ക് കുടുംബ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, കഷ്ടത്തിന്റെ അപ്പം തിന്നാലും ഞെരുക്കത്തിന്റെ വെള്ളം കുടിച്ചാലും എന്റെ കണ്ണുപദേഷ്ടാവിനെ നോക്കിക്കൊണ്ടിരിക്കും, ഇടത്തോട്ടോ വലത്തോട്ടോ പോകണമെന്ന്. പിന്നിൽ നിന്നൊരു ശബ്ദം മക്കളെ അങ്ങനെ പറഞ്ഞു ധൈര്യപ്പെടുത്തുവാൻ, ക്രിസ്തുവിൽ വളർത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമ്പോഴാണ് ഉണങ്ങിയ അവസ്ഥകൾ നമ്മുടെ തലമുറയിൽ നിന്ന് മാറ്റപ്പെടുന്നത്. അവസാനമായി ദിശാബോധം നഷ്ടപ്പെട്ട തലമുറയുടെ മുൻപിൽ മൂല്യബോധമുള്ളവരായി, മൂല്യബോധം പകർന്നു കൊടുക്കുന്നവരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കേട്ടിട്ട് മടങ്ങിപ്പോകുന്നവരല്ല. ഇറ്റ്സ് എ ടൈം ഓഫ് റിപ്പന്റൻസ്. നമുക്ക് തന്നെ അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് വരാം. കർത്താവെ, അറിഞ്ഞും അറിയാതെയും എത്രയോ കാലങ്ങളായിട്ട് നീ തന്ന പല അനുഗ്രഹങ്ങളെയും അറിയാതെ എന്നിലെ ഞാൻ എന്ന ഭാവത്തിൽ ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഇറ്റ്സ് ടൈം ഓഫ് റിപ്പന്റൻസ്. ഞാൻ അനുദപിക്കുന്നു, ഞാൻ അനുദപിക്കുന്നു, ഞാൻ അനുദപിക്കുന്നു എന്ന് പറയുവാൻ, പാപിയാണെന്ന് സമ്മതിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇറ്റ്സ്
എ ടൈം ഓഫ് എ റിന്യൂവൽ. ഒന്ന് പുതുക്കുവാൻ, നമ്മെ തന്നെ ഒന്ന് പുതുക്കുവാൻ, നമ്മെ തന്നെ ഒന്ന് പുനർപ്രതിഷ്ഠിക്കുവാൻ. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയല്ല, ഞാൻ ആകേണ്ട അവസ്ഥയിലേക്ക് കർത്താവെ എന്നെ വളർത്തണമേ. കാരണം എന്താണ്? യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, ഞാനോ നിന്നെ ദത്തെടുത്തു, ജാതികൾക്ക് നൽകാനിരുന്ന അതിഭംഗിയുള്ള ദേശം ഞാൻ നിനക്ക് നൽകി. നീ എന്നെ എൻ്റെ പിതാവേ എന്നൊന്ന് വിളിക്കുമെന്നും നീ എന്നെ വിട്ടുമാറുകയില്ല എന്നും ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇസ്രായേലേ, നീ എന്നെ വിട്ട് പരസംഗം ചെയ്തു. ദൈവത്തിൽ നിന്ന് വിട്ടുമാറാത്തൊരു തലമുറ ഉണ്ടാകുവാൻ ഇറ്റ്സ് എ ടൈം ഓഫ് റിന്യൂവൽ. ഒന്ന് പുതുക്കാം, റീഡെഡിക്കേറ്റ് ചെയ്യാം. നമ്മളെ തന്നെ ഒന്ന്, നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മളുടെ ഉണങ്ങിയ അവസ്ഥകളെ ദൈവസന്നിധിയിൽ വെച്ച് ഒരു പുതുക്കം, ഒരു രൂപാന്തരം പ്രാപിച്ച് പ്രാർത്ഥനയും ഉപവാസവുമാകുന്ന 2 ചിറകുകൾ കൊണ്ട് ദൈവസന്നിധിയിലേക്ക് പറന്നുയർന്ന് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരുവാൻ തടസ്സമായി നിൽക്കുന്ന സകലത്തെയും കർത്താവ് എടുത്തു മാറ്റി നിന്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. ഈ 40 ദിവസത്തെ ഉപവാസം പ്രാർത്ഥനകൾക്കും ശേഷം കർത്താവിന്റെ പീഡാനുഭവ ആഴ്ചയിൽ കർത്താവിന്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു വിശുദ്ധിയിൽ, ഒരു ജ്വലനത്തിൽ മോശയെ പോലെ തിളങ്ങുവാൻ, പാപങ്ങളെയെല്ലാം ഓർത്തനുദപിച്ച് കർത്താവിന്റെ കബറിൽ ചേർത്ത് വെച്ചില്ല എങ്കിൽ ഒടുവിൽ 50 ദിവസം കഴിഞ്ഞ് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ദുഃഖമുള്ള ആഴ്ചത്തെ ഇപ്രാവശ്യത്തെ കഞ്ഞി. ഇങ്ങനെ പറയുന്ന ഒരു ആത്മീയരെയല്ല നമുക്ക് ആവശ്യം. മറിച്ച് പുതിയതൊന്നും ഞാൻ നേടി എന്ന് പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഈ പരിശുദ്ധ നോമ്പിൽ എല്ലാവിധമായ കൃപകളെയും പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.